ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ ജോലി നേടാനുള്ള അവസരം വന്നിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 AWA സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിലറിയിപ്പ് പുറത്തിറക്കി. ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓഫ്ലൈനായിട്ട് അപേക്ഷ ക്ഷണിക്കുന്നു. ഈ ഒരു സിസ്റ്റം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റുകൾ ഇന്ത്യയിലുടനീളമാണുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 21/8/2024 മുതൽ 4/9/2024 വരെ ഓഫ്ലൈൻ വഴി തപാൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 ഹൈലൈറ്റുകൾ. സംഘടനയുടെ പേര് കേരള വാട്ടർ അതോറിറ്റി. പോസ്റ്റിൻ്റെ പേര് സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. ജോലി തരം നേരിട്ടുള്ളത്. റിക്രൂട്ട്മെൻറ്റ് തരം കരാറടിസ്ഥാനം. ഒഴിവുകൾ വന്നിട്ടുള്ളത് 1 വേക്കൻസി കുറവാണെങ്കിലും മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. ജോലി സ്ഥലം കേരളമാണ്. ശമ്പളം 35,300 പ്രതിമാസം ലഭിക്കും. അപേക്ഷയുടെ രീതി ഓഫ്ലൈൻ മോഡിലാണ്, തപാൽ വഴിയാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ ആരംഭിക്കുന്നത് 21/8/2024, അവസാന തീയതി 4/9/2024 അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ശമ്പള വിശദാംശങ്ങൾ. കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 35,300 പ്രതിമാസം ലഭിക്കുന്ന സാലറിയാണ്. നെക്സ്റ്റ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. പ്രായപരിധി. കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 1/1/2024 പരമാവധി പ്രായം 40 വയസ്സാണ്. നെക്സ്റ്റ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. യോഗ്യത CS IT CE ഇലക്ട്രോണിക്സ് BTech CS IT CE ഇലക്ട്രോണിക്സ് MCA MSc CS അല്ലെങ്കിൽ തത്തുല്യമായ ഡിപ്ലോമ. അഭികാമ്യം TIA നെറ്റ്വർക്ക് CCNA MCSA MCSEയിൽ സർട്ടിഫിക്കേഷൻ. പരിചയം IT വ്യവസായത്തിലോ സർക്കാരിലോ കുറഞ്ഞത് 5 വർഷത്തെ പരിചയം. പ്രസക്തമായ മേഖല. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും വിവിധ നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ കോൺഫിഗർ ചെയ്യുന്നതിലും പ്രവർത്തിക്കുന്നതിലും നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാനാർത്ഥിക്ക് അനുഭവപരിചയം ഉണ്ടായിരിക്കണം. സൈബർ സുരക്ഷ, ക്ലൗഡ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്കിംഗ് എന്നിവയിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. വിവിധ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോളുകളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഫിസിക്കൽ വെർച്വൽ മെഷീനുകൾ ഉൾപ്പെടെ സെർവറുകൾ വിന്യസിക്കുന്നതിലും കോൺഫിഗർ ചെയ്യുന്നതിലും പരിപാലിക്കുന്നതിലും അനുഭവപരിചയം. RAID കോൺഫിഗറേഷനുകളും സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കുകളും പോലുള്ള സ്റ്റോറേജ് സൊല്യൂഷനുകൾ കൈകാര്യം ചെയ്യുന്നു. വെർച്വൽ സെർവറുകൾ, വിൻഡോസ് സെർവർ, ലിനക്സ് മുതലായവ ഉൾപ്പെടെ വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെക്സ്റ്റ് ജോലിയുടെ വിശദാംശങ്ങൾ. പ്രധാന തീയതികൾ. കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 അപേക്ഷിക്കാനുള്ള ആരംഭ തീയതി 21 ഓഗസ്റ്റ് 2024 അപേക്ഷിക്കാനുള്ള അവസാന തീയതി 4 സെപ്റ്റംബർ 2024 അതിനു മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ. കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് 2024 സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. വേക്കൻസി 1 ഉള്ളൂ. വേക്കൻസി കുറവാണെങ്കിലും നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഓഫ്ലൈനായി അപേക്ഷിക്കാൻ ചുവടെ നൽകിയിരിക്കുന്ന ഘട്ടങ്ങൾ പാലിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക. റിക്രൂട്ട്മെൻറ്റ് കരിയർ പരസ്യ മെനു എന്നതിൽ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ജോലി അറിയിപ്പ് കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക. അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യുക. അറിയിപ്പ് പൂർണ്ണമായി വായിക്കുക. ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക.
താഴെയുള്ള ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക. ആവശ്യമായ വിശദാംശങ്ങൾ തെറ്റുകൾ കൂടാതെ കൃത്യമായി പൂരിപ്പിക്കുക. അറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലുപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച ശേഷം സമർപ്പിക്കുക. അടുത്തതായി കേരള വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷാ ഫീസ് ആവശ്യമാണെങ്കിൽ അറിയിപ്പ് മോഡ് അനുസരിച്ച് പണമടയ്ക്കുക, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. അവസാനമായി 4/9/2024 മുമ്പായി വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന തപാൽ വിലാസത്തിലേക്ക് അപേക്ഷാ ഫോം അയയ്ക്കുക. കവറിൽ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പോസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. വാക്കൻസി വന്നിട്ടുള്ളത് 1 അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.